തൃക്കരിപ്പൂരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിലുള്ള റെയിൽവേ മേൽപ്പാല സർവകക്ഷി സമിതി പ്രത്യേക കൂടിയാലോചനാ യോഗം ചേർന്നു. മണ്ഡലത്തിലെ നിയുക്ത എംഎൽഎ സന്ദീപ് വാര്യർ യോഗം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഷോഭിക വെഡിങ്സ്, ബിഗ് മോൾ, കാഞ്ഞങ്ങാട്, കോഴിക്കോട്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. രാഷ്ട്രീയത്തിനതീതമായ തൃക്കരിപ്പൂരിന്റെ വികസനത്തിനൊപ്പം നിൽക്കുമെന്നും റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ നാട്ടുകാർക്കൊപ്പം ഉണ്ടാകുമെന്നും തൃക്കരിപ്പൂർ മണ്ഡലം നിയുക്ത എംഎൽഎ സന്ദീപ് വാര്യർ പറഞ്ഞു. തൃക്കരിപ്പൂരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി റെയിൽവേ മേൽപ്പാല സമരസമിതിയുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിനു വേണ്ടി സ്വന്തം കടകൾ നഷ്ടമാകാൻ സാധ്യതയുള്ള വ്യാപാരികൾ തന്നെ സമരത്തിനു മുന്നിൽ നിൽക്കുന്നത് ശ്രദ്ധേയമാണെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. നമുക്ക് ഒരു 25 വർഷമോ 50 വർഷമോ മുൻപോട്ട് കണ്ടുകൊണ്ടുള്ള ഒരു വികസന പദ്ധതികൾ നടപ്പാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ പലപ്പോഴും ഒരു താൽക്കാലിക സൊല്യൂഷൻ കണ്ടെത്തുന്നതിലുപരിയായിട്ട് നമ്മൾ മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ തന്നെ അത് ഏറ്റവും ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ മാത്രം ആയിരിക്കണം. കാരണം നമ്മുടെ ഈ തലമുറയ്ക്ക് മാത്രമല്ല, വരുന്ന 1-2 തലമുറകൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കോടികൾ ചിലവാക്കിയിട്ട് സർക്കാരിൻ്റെ ഇതിനകത്ത് ചിലവാക്കിയ ഒരു പ്രൊജക്ട് നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഒരു ലൈഫ് പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് കാലം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൽ കൂടുതൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരണമെന്ന് വിചാരിച്ച ഒരു വർഷം നടക്കില്ല. അപ്പോൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അതിനെ ഇപ്പോൾ ഉള്ള DPR ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉള്ള DPR എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിത് കുറിച്ച് പഠിച്ച ആളുകളായിരിക്കും. അപ്പം അതെല്ലാം ഒന്ന് കണ്ട് നമുക്ക് ഭാവി തൃക്കരിപ്പൂരിനെ കൂടി കണക്കാക്കിക്കൊണ്ട്, കാരണം തൃക്കരിപ്പൂര് ഇപ്പൊ ഗ്രാമപഞ്ചായത്താണ്. ഞാൻ തൊട്ട് മുമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗത്തിൽ പങ്കെടുത്താണ് കൊണ്ടുവരുന്നത്. യോഗത്തിൽ സമരസമിതി വർക്കിംഗ് ചെയർമാൻ CH അബ്ദുൾ റഹീം അധ്യക്ഷനായി. ഡോക്ടർ K സുധാകരൻ, KK രാജേന്ദ്രൻ, TV ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ TV ചന്ദ്രദാസ്, ഉദിനൂർ KV ഗോപാലൻ, M അബ്ദുൽ ഗഫാർ, M മുഹമ്മദ് കുഞ്ഞി, M അബ്ദുൾ റഷീദ്, AG നൂറുൽ അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവൃത്തി ആരംഭിക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.